ഒരു മൊമെന്റ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഡ്രീം കണ്ട ഒരു മണാലി ട്രിപ്പ് ഇവിടെ നിന്നും തുടങ്ങുവാണ്. ദിസ് ഈസ് ഷാരു ആൻഡ് സാജു 2 cups. 22,653 കേട്ടോ. ഞങ്ങൾക്ക് ആക്ച്വലി RAC ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? കൺഫേം ആയിട്ട് വേറെ ഫുൾ ബർത്ത് കിട്ടുമായിരിക്കും. അപ്പൊ നമ്മള് ഒരു 2 weeks മുന്നേ ബുക്ക് ചെയ്തേ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് RAC ഇന്നലെയാണ് കൺഫേം ആയത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു സീറ്റ് കിട്ടി. അരുൺ ബ്രോ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ സീറ്റിലുണ്ട്. അവനും RAC തന്നെയാണ് എടുത്തത്. അപ്പോ സംഗതി പൊളിയാണ്, മൂഡാണ്, എക്സൈറ്റഡ് ആണ്. വഴിയേക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊങ്കൺ റെയിലിൽ കൂടെയാണ് പോകുന്നത്. അതായത് കർണാടക മുതൽ മഹാരാഷ്ട്ര വരെയുള്ള റൂട്ടാണ്. കർണാടക, ഗോവ, മഹാരാഷ്ട്ര. മോർണിംഗ് ആക്ച്വലി നീക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു. എൻ്റെ പൊന്നി, വലിയ പ്ലാനിങ് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, സ്റ്റേ ബുക്ക് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അങ്ങോട്ട് പോണു, എക്സ്പ്ലോർ ചെയ്യണം. മണാലിയിലോട്ടുള്ള വോൾവോ മാത്രമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ട്രെയിനും പിന്നെ വോൾവോയും. അപ്പോൾ സംഭവമൊക്കെ അടിപൊളി. ഇത് ഞങ്ങൾക്ക് ആക്ച്വലി RAC ആയിരുന്നു. ഇപ്പോൾ ബർത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ എൻ്റെ വിളി പിന്നെ ഒന്നിൽ തന്നെ ഇരിക്കാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ അരുൺ പ്രോ അപ്പുറത്തുണ്ട്. ഒരു 1 month പ്ലാനാണ് പോണത്. പിന്നെ നമ്മളെ ട്രിപ്പ് എന്ന് പറയുന്നത് കൂടെ വർക്ക് ചെയ്തുകൊണ്ടാണ്. ഞങ്ങൾക്ക് 2 പേർക്ക് ഓൾറെഡി റിമോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ റിമോട്ട് ജോബും ഞങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് ട്രാവലിംഗാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എങ്ങനെ പൊളിക്കുക എന്നുള്ള പ്ലാനാണ്. സോ ഇത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ പിന്നെ സെറ്റാണ്. അപ്പോൾ 1 month പ്ലാൻ. അത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നമ്മൾ ടണലിൽ കയറി ഗൈസ്. ഇവിടെ കുറേ ടണലുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ അല്ലേ? 3ാമത്തെ 4ാമത്തെ ടണലിലാണ് കയറുന്നത്. അപ്പോൾ ഫൈനലി ആഫ്റ്റർ എ ലോങ് വെയിറ്റ് സമൂസ കിട്ടിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഈ 2 സമൂസ വാങ്ങി. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഡൽഹി നിസാമുദ്ദീൻ സ്റ്റേഷനിൽ എത്താറായി. വളരെ കുറച്ച് ലഗേജസ്. ഇതൊരു ബാഗ്, ഇതൊന്ന് അരുൺ ബ്രോൻ്റെ, ഇത് 2 ഞങ്ങളുടെ, പിന്നെ ഷാരുവിൻ്റെ പുറകിൽ നിന്ന്, പിന്നെ ഇത് അരുൺ ബ്രോൻ്റെ വേറെ ഒന്ന്. അങ്ങനെ കുറച്ചെണ്ണം സെറ്റല്ലേ? സോ ഞങ്ങളങ്ങനെ ഡൽഹിയിൽ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇറങ്ങാൻ പോണേ, കാണാൻ പോണേ ഡൽഹി. ഈ ഒരു സാധനം മാത്രമാണ് ഇതിന് പറ്റാത്തത്. ഇടയ്ക്കൊരു ടക്ക് സാധനമുണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. എത്ര ഡിഗ്രി? 16 ഡിഗ്രി, 10 ഡിഗ്രി സംതിങ് ഒക്കെയാണ്. നല്ല തണുപ്പാണ് ഡൽഹിയിൽ. പിന്നെ പൊല്യൂഷൻ ഉണ്ട്. സോ N95 മാസ്ക് വരുന്നവർ വയ്ക്കാം. ഞങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട്, വെക്കാൻ പോകും. അപ്പോൾ നമ്മളങ്ങനെ മെട്രോ സ്റ്റേയിൽ എത്തിയിരിക്കുക കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് നോക്കുന്നുണ്ട് റിസപ്ഷനിൽ. ഞങ്ങളെപ്പോലെ റിമോട്ട് ജോബ് ചെയ്തുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കിട്ടലിനാണ്. കാരണം ഇവിടെ നമുക്ക് വർക്കിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം, പിന്നെ അവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ മോർണിംഗ് ഒന്നും കൂടെ നേരെ കാണിക്കാം. പിന്നെ അവിടെ ഗെയിമിംഗ് സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഡൽഹിയിൽ വരുന്നത്. സോ ഫസ്റ്റ് ഇംപ്രഷൻ പൊളി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, സെറ്റാണ്. അപ്പോൾ ഇനി ബാക്കിയൊക്കെ നാളെ കാണാം. സോ ഇന്ന് നൈറ്റ് പോയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ സമയം 8:30 ആയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഓ സോറി, 9:30 ആയി. ഇന്നലെ നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങി. പിന്നെ ഫുഡ് കഴിക്കണം. ഫുഡ് ഇതേ തൊട്ട് പുറകിലുണ്ട്. അപ്പോൾ എന്താ ഫുഡിന് എന്താ പറയുക? ഓൾറെഡി ബുക്കിങ്ങിന് പേ ചെയ്തിട്ടുണ്ട്, ഫുഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആഡഡ് ആണ്. അപ്പോൾ ഇനി അത് പോയി വാങ്ങണം. എന്തോ ആണ് തോന്നുന്നു, അറിയില്ല. ഇഡ്ഡലി ദോശയൊക്കെ കിടിച്ചിട്ട് വരുന്നു, പിന്നെ വിട്ടുപോയത്. എന്തായാലും നോക്കട്ടെ കേട്ടോ, കാണിക്കാം. നമുക്ക് അവിടെ പോയി വാങ്ങാം. 3 ആളും വിശന്ന് കത്തിരിക്കുക. ഞാൻ ഒരു പോഹ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊള്ളാമെന്നുണ്ട്. എങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. പോഹ റെഡി. 3 അത് പൊറോട്ട. അപ്പോൾ കഴിക്കാം. നമുക്കിത് എവിടെ ഇരിക്കാം? അച്ഛാ, ഞങ്ങൾക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 2:30 2 മണി 2:30 ആയിട്ടുണ്ട്. ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെ 3 o'clock വരെ ലഞ്ച് അവൈലബിൾ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് വേഗം വാങ്ങാം.
അടിപൊളിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളവിടുത്തെ മസാല ഒന്നുമല്ല, ഫ്ലേവർ വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്ക് വൈറ്റ്സന ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞാൻ റൂം കാണിച്ചു തരാം, നമ്മളുടെ ഡോർമെട്രി. ഇതിവിടെ ഡിജിറ്റൽ ലോക്കാണ് വരുന്നത്. സോ ഇങ്ങനെ അങ്ങ് സ്വൈപ്പ് ചെയ്താൽ വരേണ്ടതാണല്ലോ. അയ്യോ, എന്നിട്ട് നമ്മുടെ നമ്പർ അടിക്കുന്നു, അൺലോക്ക്. ഇതാണ് ഡോർമെട്രി. ഇത് ആക്ച്വലി 8 പേർക്കുള്ളതാണ്. അതിൽ നമ്മൾ 3 എടുത്തു. ഇവിടെ അരുൺ ബ്രോ, ഇവിടെ ഞാൻ, ഇവിടെ ഷാരു. എങ്ങനെയുണ്ടാ? അടിപൊളി സ്റ്റേ, ഒന്നും പറയാനില്ല. നല്ലതല്ലേ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്കിപ്പോൾ ഒരു 1 or 2 ഡേയ്സിനൊക്കെ ഡൽഹിയിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ, ഡൽഹിയിലും പൊതുവേ ഹോട്ടൽസിനൊക്കെ റിവ്യൂ കുറവാണ്. ഈ വാഷ്റൂമിൻ്റെ കേസൊക്കെ വരുന്ന സമയത്ത് ഇവിടെ അതൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ, ഒരു പ്രീമിയം സെറ്റപ്പിൽ സംഭവം ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നിയത്. പിന്നെ ബ്ലാങ്കറ്റ്സ് ആണെങ്കിൽ ഭയങ്കര കംഫിയാണ്. ബെഡ് ഇന്നലെ അടിപൊളിയായിട്ട് ഉറങ്ങി. നമ്മൾ ട്രെയിനിൽ ഫുൾ ടൈം ഉറങ്ങിയിട്ടും ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ ഉറങ്ങി അടിപൊളിയായിട്ട്. ഇതിപ്പോൾ 8 ബെഡിൻ്റെ ആണ് വരുന്നത്. 8, 10, 12 അങ്ങനെയാണ് ഉള്ളത്. പിന്നെ പ്രൈവറ്റ് റൂംസ് ഉണ്ട് 2 പേർക്കായിട്ടുള്ളത്, 2 ഗസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ 4 ഗസ്റ്റിനുള്ളതുണ്ട്. ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്നത് മിക്സ്ഡ് ആണ്. ഇനി ഫീമെയിലിന് വേറെ വേണമെങ്കിൽ അത് അപ്പുറത്തെ സെക്ഷൻ ഉണ്ട്. ലേഡീസ് വേറെ, ജെൻസ് വേറെ, മിക്സ്ഡ് അങ്ങനെയായിട്ട് ഇത് അവൈലബിൾ ആണ്. ഞങ്ങൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതുകൊണ്ട് മിക്സ്ഡ് ആണ് എടുത്തത്. പിന്നെ ഇതിന്റെ ലോക്കർ ഇതാണ്, അതായത് പറയാനുള്ളത് റൂമിന്റെ മെയിൻ അട്രാക്ഷൻ ഡിജി ലോക്കാണ്. കാരണം ഇത്രയും ലഗേജ് സേഫ് ആയിട്ട് ഞങ്ങൾ വെച്ചത് കാണിച്ചു കേട്ടോ. നമ്മൾ ഇത് നേരത്തെ പോലെ തന്നെ ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്യുക, നമ്മൾ ലോക്ക് ചെയ്താൽ വെച്ചാൽ നമുക്ക് അൺലോക്ക് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ വലിച്ചാൽ കാണിച്ചുതരാം. കണ്ട ഇത്രയും വലുപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ തന്നെ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒതുങ്ങി. ഇനി അതിൽ ആ വലിയ നമ്മളുടെ സൂട്ട് കേസ് വെച്ചിട്ടുണ്ട്. ഈച്ച് ബെഡിന് ഈച്ച് ലോക്കേഴ്സ് ഉണ്ട്, കണ്ടോ. പിന്നെ ഇത് വളരെ ഭയങ്കര സ്മൂത്താണ്, കണ്ടില്ലേ. ഇത്ര ലഗേജ് ഉണ്ടെങ്കിലും ഇത് വളരെ ഈസി ആയിട്ട് കണ്ട, ഭയങ്കര സുഖം, ലോക്കായി. പിന്നെ ഇവിടെ ബെഡിൽ നല്ല അടിപൊളി കുഷൻ ബെഡ്, പിന്നെ റീഡിംഗ് ലാമ്പ്, ഇവിടെ 2 ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഫോൺ വയ്ക്കാൻ, ഇവിടെ നമുക്ക് ഹാങ്ങേഴ്സ്, പിന്നെ കർട്ടൻ ഉണ്ട്, പ്രൈവസി. കണ്ട, നമുക്ക് അറ്റ് എ ടൈം ബുക്കിംഗ് 7 days പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യണം, എന്നിട്ട് പിന്നെ റിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ആഫ്റ്റർ 7 days ആണ് പിന്നെ ന്യൂ രജിസ്ട്രേഷൻ പറ്റും. ഇന്നലെ ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, തിരക്കിൽ പെടരുത്, ഫോൺ അതൊക്കെ നോക്കണം. അതുകൊണ്ടാണ് ഇന്നലെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനും അതേപോലെ അവിടുന്ന് ഇങ്ങോട്ടൊന്നും അങ്ങനെ ഷോർട്ട് എടുത്തിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം ഇവിടെ കുറച്ച് പോക്കറ്റുകാരൊക്കെ കുറച്ച് സീനാന്ന് കേട്ടു. സോ അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ ഇവിടെ വരുന്നത്. ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ബില്ലിയാർഡ്സോ എന്തോ പറയും, എനിക്ക് എൻ്റെ പേര് കറക്റ്റ് അറിയില്ല. പിന്നെ അവിടെ നമ്മളെ ടേബിൾ ഫുട്ബോൾ എന്തോ പറയില്ലേ, എനിക്ക് കറക്റ്റ് പേരൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു തിയേറ്റർ വന്നിട്ടുണ്ട്, നമുക്ക് നെറ്റ്ഫ്ലിക്സോ കാര്യങ്ങളൊക്കെ കാണാം. അവിടെ ചെറിയൊരു കഫറ്റീരിയ വരുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡ് ചെറിയൊരു ഷോപ്പും വരുന്നുണ്ട്. അവിടെ നമുക്ക് കോഫിയൊക്കെ കിട്ടും, ഇവിടുന്നും കോഫി കിട്ടും. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയാണ്. ഇവിടെ നമ്മൾ മോർണിംഗ് വർക്ക് ചെയ്ത് കുറച്ച് നേരം, അപ്പോൾ അതും പോസിബിളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഡൽഹിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ വന്ന് അത്രയും ഇഷ്ടപ്പെട്ട് ഫീൽ ആയതുകൊണ്ട് പറയുക. സോ അപ്പോഴത്തെ ഫുൾ പാക്ക് ചെയ്ത് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ബസ് വരുന്നത് കാശ്മീരി ഗേറ്റിൻ്റെ അവിടെ നിന്നാണ്. സോ ഇവിടുന്ന് മെട്രോ ഉണ്ട്, പക്ഷെ നമുക്ക് ഇത്രയും ലഗേജൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്കൊരു ക്യാബ് വിളിച്ചിട്ട് പോവാം. ഇവിടുന്ന് ഒരു 5 kilometer ഉള്ളൂ കാശ്മീരി ഗേറ്റിലോട്ട്. ശാരുതയിരിക്കുന്നു, ഫുള്ളാണ് തോന്നുന്നുണ്ട്. ഫുള്ളായിരിക്കും, ബുക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. ഞങ്ങൾ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്, ഇതിൽ നമ്മളുടെ ലാപ്പും കാര്യങ്ങളൊക്കെ. സോ അത് താഴെ വെക്കേണ്ട വിചാരിച്ചു, സേഫ് ആയിരിക്കണ്ടേ. അപ്പം നോട്ടാലോ. സോ അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ധാബയിൽ നിർത്തിയത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. നോർമൽ ഹുഡി പുറത്തിട്ടാൽ മതി, എന്നാലും നല്ല തണുപ്പുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നോക്കിയും കണ്ടും വന്ന് വാങ്ങുക. പ്രൈസ് ചോദിച്ച് തന്നെ വാങ്ങുക, ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒരു കോഫി കുടിച്ചിട്ടുള്ളൂ. കോഫി എന്ന് പറഞ്ഞാൽ മൊത്തം വെള്ള. അപ്പോൾ എനിവേ നമുക്കിന്ന് കയറാം, ലേറ്റ് ആക്കണ്ട. അങ്ങനെ നമ്മളിതേ മണാലി ഓരോ പോയിന്റിലെത്തി. മുട്ടിഞ്ഞ തണുപ്പാട്ടോ, കൈയൊക്കെ ഫ്രീസായി.
അപ്പോൾ നമ്മൾ ഇവിടുന്നത് ക്യാപ്പും ഇതൊക്കെ മേടിക്കാൻ ഓക്കെ ബാർഗൻ ചെയ്യും. ഹിന്ദി അറിയില്ല, മലയാളത്തിൽ തമിഴിലൊക്കെ അവൻ പറയുന്നത്. അപ്പം ഞങ്ങൾ ടാക്സി കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ കൂടെ കേട്ടോ പോണേ. ടാക്സി കിട്ടിയിട്ടുണ്ട്. ശരിയോടെ അയ്യോ ശരിയോടെ ഞാൻ പൊക്കാം. അപ്പോൾ നമ്മളിത് ലഗേജൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററോ 2 കിലോമീറ്റേഴ്സ് ഉണ്ട് മല്ലു സിംഗിൻ്റെ അങ്ങോട്ട്. അപ്പോൾ നമ്മളങ്ങനെ മണാലിയിൽ വന്ന് സ്റ്റേയിലെത്തിയിട്ടുണ്ട്. വന്ന ഉടനെ കുളിച്ച് ഫ്രഷായി നമ്മളൊരു കണ്ടിന്യൂലി 3-4 ഡേയ്സ് ട്രെയിനിലും ബസ്സിലൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ട്രാവലിംഗ് ആയിരുന്നില്ലേ. അപ്പോൾ വന്നു വേഗം അങ്ങ് ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇനി റൂം കാണിക്കാം. നല്ല കിടിലൻ റൂമാണ് കേട്ടോ. വെൽക്കം ഹോം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേ. അടിപൊളിയായിട്ടില്ലേ? ആദ്യം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് കിട്ടിയിരിക്കുന്ന 2 കീബോർഡാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ടല്ലേ. അടിപൊളിയായിട്ടില്ലേ? പിന്നെ കാണിക്കാനുള്ളതാണ് ഡ്രസ്സിങ് ടേബിൾ. ഇത് മസ്റ്റാണ്. വലിയ മിററുണ്ട്. ദെൻ നമുക്കിവിടെ ഒരു ടേബിൾ ടൈപ്പ് സാധനം, പിന്നെ ഒരു റാക്സ് വന്നിട്ടുണ്ട്. ഷൂസ് വേണമെങ്കിൽ ഷൂസ് വയ്ക്കാം, ബാഗ്സ് വേണമെങ്കിൽ ബാഗ്സ് വയ്ക്കാം. പിന്നെ ഇവിടെയും ഒരു കെറ്റിൽ, 2 ഗ്ലാസ് സംഭവങ്ങൾ. ദെൻ താഴെ ഒരു റാക്ക് വന്നിട്ടുണ്ട്. പിന്നെ ദേ അവിടെ ഒരു റാക്ക് ഉണ്ട്, ഒരു ടേബിൾ ടൈപ്പ് റാക്ക്. ദേ അവിടെ ഒന്നുകൂടെ ഉണ്ട് കണ്ടോ. പിന്നെ ടി വി ഉണ്ട്. ഇനി നമുക്ക് ബാത്റൂം കാണാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ് കേട്ടോ. പിന്നെ ബെഡ് അടിപൊളിയല്ലേ? അടിപൊളി. ക്യൂൻ സൈസ് പോരാ, കിങ് സൈസ് തോന്നുന്നുണ്ടല്ലേ ബെഡ് തോന്നുന്നു. സോ ആസ് എ കപ്പിൾ മണലിൽ വന്നിട്ട് നമുക്കൊരു അടിപൊളി സ്റ്റേ ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ വോൾവോ ബസ് പോയിൻറ്റിൻ്റെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 1 or 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ ഇങ്ങോട്ട്. അവിടെ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇങ്ങോട്ട് ആക്കി തരും. സോ സ്റ്റേയുടെ പേര് വരുന്നത് മല്ലു സിംഗ് സ്റ്റേസ് ആണ്. സോ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്.